Hi, hello all, welcome to my YouTube channel. We are going to discuss is about post-colonialism. Post-colonialism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററേച്ചറിലെ ഒരു കാറ്റഗറിയാണ്. അതായത് കോമൺവെൽത്ത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയുമായിരുന്നു, ബ്രിട്ടൻ്റെ കീഴിലുള്ള രാജ്യങ്ങൾ അവരെയാണ് നമ്മൾ വൺസ് കോളനി ആയിട്ടിരുന്ന രാജ്യങ്ങളെയാണ് നമ്മൾ കോമൺവെൽത്ത് കൺട്രീസ് എന്ന് പറയുന്നത്. സോ അവരുടെ ലിറ്ററേച്ചറിനെയാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സോ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് റൈറ്റിംഗ്സ് ആണ് ഈ കൺട്രീസിൽ നിന്നെല്ലാം വരുന്നത്. വൺസ് കോളനി ആയിട്ടിരുന്ന കൺട്രീസ്, അതായത് യൂറോപ്യൻ പവേഴ്സിൻ്റെ കീഴിൽ ബ്രിട്ടൻ്റെ പവറിൻ്റെ കീഴിലിരുന്ന വൺസ് കോളനി ആയിട്ടിരുന്ന കൺട്രീസിൻ്റെ ലിറ്ററേച്ചറാണ് കോമൺവെൽത്ത് ലിറ്ററേച്ചർ അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദെൻ എഡ്വേർഡ് സൈഡാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോസ്റ്റ് കൊളോണിയൽ റൈറ്റർ എന്ന് പറയുന്നത്. എഡ്വേർഡ് സൈഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്കാണ് ഓറിയൻ്റലിസം. അത് 1978 പബ്ലിഷ് ചെയ്തത്. പോസ്റ്റ് കൊളോണിയൽ തിയറി എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളനി ആക്കപ്പെട്ട ആ കൺട്രീസിലുള്ള ആളുകൾ ഫേസ് ചെയ്ത അദർനെസ്, അതായത് റേസ്, പിന്നെ ഇമ്പീരിയലിസം, ലാംഗ്വേജിലുള്ള പ്രശ്നങ്ങൾ, പിന്നെന്താണ് ആ കൊളോണിയൽ പീരീഡിലും ആഫ്റ്റർ അതിനുശേഷവും അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനകത്ത് വരുന്നത്. അപ്പോൾ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിനകത്ത് വരുന്ന ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കോംപ്ലക്സ് ആൻഡ് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോംപ്ലക്സ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററും ആ ഒരു പെരിഫറിയും തമ്മിലുള്ള ആ ഒരു കോംപ്ലക്സ് റിലേഷൻ. സെൻറ്റർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ആ ഒരു കൺട്രി, അതായത് ആരാണോ കോളനി ആക്കുന്നത് അവരായിരിക്കും സെൻറ്ററിൽ നിൽക്കുന്നത്. ആ പെരിഫറി അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ഏരിയയിൽ വെളിയിൽ നിൽക്കുന്നതാണ് നമ്മുടെ കോളനൈസ്ഡ് ആയ കൺട്രി. ഓക്കെ, ഈ സെൻറ്ററും പെരിഫറിയും തമ്മിലുള്ളൊരു ഡിബേറ്റാണ് ഈ ഒരു പോസ്റ്റ് കൊളോണിയലിസത്തിനകത്ത് വരുന്നതെന്ന് പറയുന്നത്. ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് കൊളോണിയൽ തിയറിയുടെ ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് എഡ്വേർഡ് സൈഡ് ഉണ്ട്, ഗായത്രി സ്പിവക് ഉണ്ട്, ഹോമി കെ ഭാഭ, കുറച്ച് റൈറ്റേഴ്സും കൂടെ ഉണ്ട്. ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റൈറ്റേഴ്സ്. അപ്പോൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്രിട്ടിക്കൽ അക്കാഡമിക് സ്റ്റഡിയാണ്. കൊളോണിയലിസവും ഇമ്പീരിയലിസവും നമ്മൾ അതിൻ്റെ കൾച്ചറൽ ലെഗസിയൊക്കെ പഠിച്ച് ഹ്യൂമൻ കോൺസിക്വൻസസിനെയൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് കോളനൈസ്ഡ് പീപ്പിളിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. സോഷ്യോ പൊളിറ്റിക്കൽ, കൾച്ചറൽ അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റുകളെ കുറിച്ച് പഠിക്കുന്നു. കൊളോണിയൽ റൂളുമായിട്ടും ഇമ്പീരിയലിസവുമായിട്ടും ബന്ധമുള്ള. ഓക്കെ, ആൻഡ് ഇത് ലാസ്റ്റ് ഡീക്കേഡ്സ് 20th സെഞ്ച്വറിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹിസ്റ്റോറിക്കൽ എൻക്വയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് കൊളോണിയലിസം സെവറൽ ഫേസസ് ഓഫ് ഇമ്പീരിയലിസത്തിനെയാണ് പഠിക്കുന്നത്. അതായത് അതുപോലെ തന്നെ ഡീകോളനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈ മറ്റേ അടക്കി ഭരിച്ചിരുന്ന രാജ്യം മറ്റേ രാജ്യത്തിനെ ഫ്രീ ആക്കി പോവുമല്ലോ, ആ ഒരു കോളനൈസേഷൻ വിട്ടു പോവുമല്ലോ, അതിനെയാണ് ഡീകോളനൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് രീതിയിലുള്ള പവർ റിലേഷൻസ് ഉണ്ട് കൊളോണിയൽ മാസ്റ്റേഴ്സും കോളനൈസ്ഡും തമ്മിലുള്ള. കുറച്ച് പൊളിറ്റിക്കൽ ആണെങ്കിലും കൾച്ചറൽ ആണെങ്കിലും റിലീജിയസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും ഉള്ള ഒരു ഡീകോളനൈസേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ആഫ്റ്റർ ആൻഡ് ബിഫോർ കോളനൈസേഷൻ, അതാണ് നോക്കുന്നത് കൂടുതലായിട്ടും പോസ്റ്റ് കൊളോണിയൽ തിയറിക്കകത്ത്. അതായത് ഹൗ കോളനീസ് വെയർ എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ബൈ ദി കോളനൈസേഴ്സ്, ഇവരെ എങ്ങനെ, അവിടുത്തെ ആളുകളെ എങ്ങനെ സബ്ജുഗേറ്റ് ചെയ്തു, എങ്ങനെ ഇമ്പീരിയലൈസ്ഡ് ആക്കി, അങ്ങനെയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പിന്നെ സോ നമ്മൾ പോസ്റ്റ് കൊളോണിയലിസം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളോണിയലിസവും ഡീകോളനൈസേഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് അടുത്ത ടേം എന്ന് പറയുന്നത് ഓറിയൻ്റ് എന്താണ്, ഓക്സിഡൻറ്റ് എന്താണെന്നുള്ളതാണ്. ഓറിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു വെസ്റ്റേൺ കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ ഓറിയൻ്റ് എന്ന് വെച്ചാൽ ഈ വെസ്റ്റിൻ്റെ ഒരു ഐഡിയ എബൌട്ട് ഈസ്റ്റ്, അതാണ് ഓറിയൻ്റ് എന്ന് പറയുന്നത്. അത് ഇവർ തന്നെയാണ്, വെസ്റ്റ് തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓറിയൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റിലുള്ള ആളുകൾ, അത് ഇൻഫീരിയർ ആയിരിക്കും, ഏലിയൻ ആയിരിക്കും, അല്ലെങ്കിൽ അതർ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടാണ് വെസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. വെസ്റ്റിനെയാണ് ഓക്സിഡൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓറിയൻറ്റും ഓക്സിഡൻറ്റ്. ഓറിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെസ്റ്റേൺ കോൺഷ്യസ്നെസ്സിൽ വന്ന ഒരു ഐഡിയ ആണ് എബൌട്ട് ദി ഈസ്റ്റ്, അതായത് കോളനൈസ്ഡ് ആക്കിയ ആളുകളെക്കുറിച്ചുള്ളൊരു കോൺസെപ്റ്റാണ് ഓറിയൻ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അവരെ എപ്പോഴും ഓറിയൻറ്റുകാരെ എപ്പോഴും എങ്ങനെ കൺസിഡർ ചെയ്യുന്നത്? ഇൻഫീരിയർ അല്ലെങ്കിൽ ഏലിയൻ അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ആൻഡ് എഡ്വേർഡ് സൈഡിൻ്റെ തിയറി ഓഫ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത് ഈ ഒരു ഫോൾസ് ഇമേജ് ഓഫ് ദി ഓറിയൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതായത് എങ്ങനെയാണ് വെസ്റ്റ് ഈസ്റ്റിനെ എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്തേക്കുന്നത്, മാനിപ്പുലേറ്റ് ചെയ്തേക്കുന്നത്, അവരുടെ റൈറ്റിങ്സിൽ എങ്ങനെയാണ് പറഞ്ഞു പോയേക്കുന്നതെന്ന്. അതായത് പോയറ്റ്സ്, ഈ വെസ്റ്റേൺ എക്സ്പ്ലോറേഴ്സ്, വെസ്റ്റേൺ പോയറ്റ്സ്, നോവലിസ്റ്റുകൾ, ഫിലോസഫേഴ്സ്, പൊളിറ്റിക്കൽ തിയറിസ്റ്റുകൾ അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ എങ്ങനെയാണ് ഈസ്റ്റിനെ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ വർക്കിലും. ആൻഡ് ഈസ്റ്റിനെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഓറിയൻറ്റിനെ എങ്ങനെയാണ് പോർട്രേ ചെയ്തേക്കുന്നത്? പ്രിമിറ്റീവ് അല്ലെങ്കിൽ അൺസിവിലൈസ്ഡ് അല്ലെങ്കിൽ അതർ, ഇങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓറിയൻ്റലിസം എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഓഫ് തോട്ടാണ് ബേസ്ഡ് ഓൺ ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഓറിയൻറ്റും ഓക്സിഡൻറ്റും തമ്മിലുള്ള. ഓക്കെ, പിന്നെ
യൂറോസെൻട്രിസിസവും ഓറിയന്റലിസവും എന്താണെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. യൂറോസെൻട്രിസിസം എന്ന് പറയുന്നത് യൂറോപ്യൻ കൾച്ചർ, യൂറോപ്യൻ വാല്യൂസ്, യൂറോപ്യൻ കൺസേൺസ് ഇതിനെ സെൻറ്റർ ആക്കി വെക്കുന്നു. ബാക്കിയെല്ലാം ഇൻഫീരിയർ. അതാണ് യൂറോസെൻട്രിസിസം എന്ന് പറയുന്നത്. യൂറോപ്പാണ് അതായത് യൂറോപ്പിനെ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് വെസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വെക്കുന്നതാണ് യൂറോസെൻട്രിസിസം എന്ന് പറയുന്നത്. അതായത് യൂറോപ്പ് മാത്രമാണ് സിവിലൈസ്ഡ് ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി, ബാക്കിയെല്ലാം അൺസിവിലൈസ്ഡ് ആണെന്നാണ് പറയുന്നത്. യൂറോപ്പാണ് പെർമനന്റ് സുപ്പീരിയോറിറ്റി എൻജോയ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവരുടെ ഒരു യൂറോസെൻട്രിസിസം എന്നുള്ള ഐഡിയ അതാണ് പറയുന്നത്. പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് ക്രിട്ടിക്കലി എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് വെസ്റ്റേൺ കൾച്ചർ ഇങ്ങനെ സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്നത്, ബാക്കിയുള്ള കൾച്ചേഴ്സിനെ എങ്ങനെയാണ് ഇവർ ഇൻഫീരിയർ ആയിട്ട് കാണുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി റൈറ്റേഴ്സ് ആരൊക്കെയാണ്? റുഡിയാർഡ് കിപ്ലിംഗ് വരുന്നുണ്ട്, പിന്നെന്താണ് ഫ്രാൻസിസ് ഫേനൺ വരുന്നുണ്ട്. അതായത് റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെയൊക്കെ റൈറ്റിംഗ്സിനകത്ത് ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ പോസ്റ്റ് കൊളോണിയലിസം ഒരു ക്രിട്ടിക്കൽ തിയറി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഫ്രാൻസ് ഫേനൻ ആണ്. എഡ്വേർഡ് സൈദ് വരുന്നുണ്ട്, ഗായത്രി സ്പിവക്ക് വരുന്നുണ്ട്, ഹോമി കെ ബാബ, ഐജസ് അഹമ്മദ്, ഇവർ ഇത്രയും പേരാണ് ഇതൊക്കെ പോസ്റ്റ് കൊളോണിയൽ തിയറി ഡെവലപ്പ് ചെയ്തത്. ഇപ്പോൾ ഫ്രാൻസിസ് ഫേനൻ്റെ ബുക്കായിട്ടുള്ള റെച്ചഡ് ഓഫ് ദി എർത്ത് അത് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഫ്രാൻസിസ് ഫേനൻ എന്നുള്ള റൈറ്റർ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫ്രഞ്ച് റേസിസവും ഫ്രഞ്ച് കൊളോണിയലിസവുമാണ്. അദ്ദേഹം രണ്ട് കോൺസെപ്റ്റുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് കോളനൈസേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്തത്, ഈ കോളനൈസ്ഡ് പീപ്പിളിൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റീസിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തു, ആൻഡ് എന്താ പറഞ്ഞേക്കുന്നത്, എങ്ങനെയാണ് ഒരു നാഷണൽ ഐഡൻറ്റിറ്റി കൊളോണിയലിസത്തിനെതിരെ ഫോം ചെയ്ത് വന്നത്. അതായത് നാഷണലിസം എന്നുള്ളൊരു ഫീലിംഗ് എങ്ങനെ വന്നു കൊളോണിയലിസത്തിന് എതിരെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അണ്ടർ കൊളോണിയലിസം പീപ്പിൾ വെയർ ട്രീറ്റഡ് ലൈക്ക് ഒബ്ജക്ട്സ്. അവർക്കൊരൊറ്റ കളക്റ്റീവ് ഐഡൻറ്റിറ്റി ഉള്ളായിരുന്നു. അതായത് അവർക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലായിരുന്നു. അവരെല്ലാത്തിനും കൂടി ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റി ആയിരുന്നു കോളനൈസേഴ്സ് കൊടുത്തിരുന്നത്. ഈ കളക്റ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? കോളനൈസർ പെർസീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐഡിയയാണ്. ആൻഡ് ഫ്രാൻസിസ് ഫേനൻ ഇലാബറേറ്റ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് സ്കിൻ ആൻഡ് വൈറ്റ് മാസ്ക് എന്നുള്ള ഒരു ബുക്കിനകത്തും അദ്ദേഹം ഈ ഒരു ഐഡിയയെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ പിന്നെ ഒരു സ്ട്രോങ് നാഷണൽ കൾച്ചർ അല്ലെങ്കിൽ കൾച്ചറൽ ഐഡൻറ്റിറ്റിയാണ് ഈ കോളനൈസേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് വേണ്ടുന്നത്. നമുക്കൊരു നാഷണലിസ്റ്റിക് ഫീലിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റിയിലോട്ട് പോവുക നമ്മൾ തിരിച്ച്. അത് നല്ലതാണെന്നാണ് പറയുന്നത് അദ്ദേഹം. ഒരു പുതിയ കൾച്ചറൽ ഐഡൻറ്റിറ്റി നമുക്ക് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആൻറ്റി കൊളോണിയൽ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് നമുക്ക് ആർക്കും വ്യക്തിത്വം ഇല്ല, നമ്മളെ എല്ലാവരെയും ഒരു കളക്റ്റീവ് ഐഡൻറ്റിറ്റി പോലെയാണ് ഇവർ പെർസീവ് ചെയ്യുന്നത്, അത് കോളനൈസേഴ്സ് പെർസീവ് ചെയ്യുന്നത്. സോ നമ്മളെല്ലാവരും വെവ്വേറെയാണെന്ന്, നമുക്ക് ഒരുപാട് കൾച്ചർ ഉണ്ടെന്ന്, നമുക്ക് ഒരുപാട് കാറ്റഗറീസിലാണ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിലാണ് നമ്മൾ ബിലോങ് ചെയ്യുന്നതെന്നും നമ്മൾ ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊളോണിയലിസം നടക്കത്തില്ലെന്നാണ് ഫ്രാൻസിസ് ഫേനൻ പറയുന്നത്. ഇനി ഓറിയന്റലിസം എന്നുള്ള ഫേമസ് ബുക്ക് ബൈ എഡ്വേർഡ് സൈഡിനകത്ത് പറയുന്നത് ഓറിയന്റലിസം എന്ന് പറയുന്നത് എന്താണ്? വെസ്റ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈസ്റ്റിനെ കുറിച്ചുള്ള. അതായത് ഏഷ്യ, ആഫ്രിക്ക പോലെയുള്ള കോണ്ടിനെൻസിലുള്ള കൺട്രീസിലുള്ള ആളുകളെയാണ് ഓറിയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം വെസ്റ്റ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? അതർ അല്ലെങ്കിൽ ഇൻഫീരിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വെസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആണ്, കൾച്ചേർഡ് ആണ്, പ്രോഗ്രസീവ് ആണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നമ്മളെന്ന് പറയുന്നത് മിസ്റ്റീരിയസ് ആണ്, ബാർബേറിക് ആണ്, ഇഗ്നോറൻ്റ് ആണ്, പോവർട്ടി സ്ട്രിക്കൺ പീപ്പിളായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി എഡ്വേർഡ് സൈഡ് ഓറിയന്റലിസത്തിൻ്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലേറ്റൻറ്റ് ഓറിയന്റലിസവും മാനിഫെസ്റ്റ് ഓറിയന്റലിസവും. ലേറ്റൻറ്റ് ഓറിയന്റലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഈ വെസ്റ്റിൻ്റെ ഒരു ഇമാജിനേഷനാണ് ലേറ്റൻറ്റ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. അത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. മാനിഫെസ്റ്റ് ഓറിയന്റലിസം എന്ന് പറയുമ്പം ഡെപ്പിക്ഷൻ ഓഫ് ദി ഓറിയൻറ്റ് ഇൻ ദി വെസ്റ്റേൺ ടെക്സ്റ്റുകളിൽ എങ്ങനെയാണ് ഓറിയൻറ്റുകാരെ കുറിച്ച് ഡെപ്പിക്റ്റ് ചെയ്യുന്നത്, അതാണ് മാനിഫെസ്റ്റ് ഓറിയന്റലിസം എന്ന് പറയുന്നത്. പിന്നെ യൂറോസെൻട്രിസിസം എന്താണെന്ന് നേരത്തെ പറഞ്ഞു. അതായത് യൂറോപ്പിനെ സെൻട്രാക്കി വെച്ചിട്ട് ആ ലൈഫാണ് ഏറ്റവും ബെസ്റ്റ്, അവരുടെ കൾച്ചറാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഹിസ്റ്ററിയെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? യൂറോപ്യനായിട്ടും നോൺ യൂറോപ്യൻ കൺട്രീസ്. യൂറോപ്പാണ് ഏറ്റവും സെൻറ്റർ, ബാക്കി നോൺ യൂറോപ്യൻ കൺട്രീസ് എല്ലാം ഇൻഫീരിയർ എന്ന് പറഞ്ഞ് പറയുന്നു. യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസീവാണ്, ആക്റ്റീവാണ്, ഡെമോക്രാറ്റിക് ആണ്, മസ്കുലൈൻ ആണെന്ന് പറയുന്നു. മറ്റേ ഓറിയന്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റാഗ്നൻ്റ് ആണ്, പാസീവ് ആണെന്നും, പിന്നെന്താ പറയുന്നത് ഫെമിനൈൻ ആൻഡ് ലേസി എന്നാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്. ആൻഡ് ഓൾസോ ടീച്ചേഴ്സ് ദാറ്റ് യൂറോപ്പ് ഈസ് എ സീറ്റ് ഓഫ് ഓൾ ലേണിംഗ് ആൻഡ് സിവിലൈസേഷൻ. എല്ലാ ലേണിങ്ങും സിവിലൈസേഷനും പ്രോഗ്രസും ഡെവലപ്മെൻറ്റും ഹാപ്പൻ ചെയ്യുന്ന യൂറോപ്പിൽ മാത്രമേ ഉള്ളെന്നാണ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഡെമോക്രസി, ഈ ഹ്യൂമൻ റൈറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗുഡ് തിങ്സ് ഒക്കെ എമർജ് ചെയ്തത് യൂറോപ്പിൽ നിന്നാണെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് യൂറോപ്യൻസ് തിങ്സ് ദംസെൽഫ് ടു ബി സുപ്പീരിയർ റേസ്, അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ കൾച്ചർ ഇല്ലാത്തവർ, സിവിലൈസേഷൻ ഇല്ലാത്തവർ, ഒരു ചേഞ്ചും ആഗ്രഹിക്കാത്തവരെന്നും പറഞ്ഞാണ് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇവർ എക്കണോമിക്കലി. ഓക്കെ, അതറിങ് എന്ന് പറഞ്ഞൊരു വേറൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതറിങ് എന്ന് പറയുമ്പോൾ ലാറ്റിൻ വേർഡാണ്. അതെന്ന് വെച്ചാൽ ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അതർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഡിഫറൻറ്റ്, അതായത് കുറച്ച് ഡിഫറൻ്റായി മാറുക, അതാണ് അതർ എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പം പോസ്റ്റ് കൊളോണിയൽ റൈറ്റേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു ഷോ അവർക്ക് എന്താണ് കാണിക്കേണ്ടത് വെസ്റ്റിൻ്റെ അടുത്ത്, അതായത് ഈ
അതറിങ് എന്നുള്ള കോൺസെപ്റ്റിനെ മിനിമൈസ് ചെയ്ത് കാണിക്കുക. അതായത് കൾച്ചറലാണെന്നുണ്ടെങ്കിലും മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും റിലീജിയസ് സൈഡിലാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും നമ്മളെ അതർ എന്നാണ് ഇവർ കാണുന്നത്. പിന്നെ ഇത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഫ്രാൻസിസ് ഫേനനാണ് ഈ ഒരു ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അതർനെസ് അല്ലെങ്കിൽ അധർ എന്നുള്ള ടേം യൂസ് ചെയ്തത്. അതർ എന്ന് വെച്ചാൽ നോൺ യൂറോപ്യൻസ്, അവർക്ക് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷനും ഇല്ലാത്ത ആളുകൾ, അതായത് ഇൻഫീരിയർ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ കോളനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അവർക്ക് പ്രോഗ്രസീവ് ആയിട്ടുള്ള കൾച്ചറോ ഒന്നുമില്ല, പൊളിറ്റിക്സോ ഒന്നുമില്ല, റിലീജിയനോ ആന്ത്രോപോളജി, അതായത് അവരുടെ ജോഗ്രഫി എല്ലാം എന്താണ് ഒരുമാതിരി ബാക്ക്വേർഡ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ഹോമി ബാബ എന്ന് പറഞ്ഞൊരു കൊളോണിയൽ റൈറ്ററും കൂടിയുണ്ട്. പിന്നെ അടുത്തത് സബോൾട്ടേൺ എന്നുള്ള ടേമാണ്. സബോൾട്ടേൺ എന്ന് വെച്ചാൽ അന്റോണിയോ ഗ്രാംഷി എന്നുള്ള ഇറ്റാലിയൻ മാർക്സിസ്റ്റ് റൈറ്ററാണ് ഇത് ഫോം ചെയ്തത്. സബോൾട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെസൻസിനെയാണ് സബോൾട്ടേൺ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് പീപ്പിൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സബോൾട്ടേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇൻഫീരിയർ റാങ്കിലുള്ള ആളുകളെയാണ് സബോൾട്ടേൺ എന്ന് വിളിക്കുന്നത്. റേസിൻ്റെ കാര്യത്തിലും ക്ലാസിൻ്റെ കാര്യത്തിലും ജെൻഡറിൻ്റെ കാര്യത്തിലാണെങ്കിലും റിലീജിയൻ, എത്നിസിറ്റി, സെക്ഷൽ ഓറിയൻറ്റേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻഫീരിയർ ആയിട്ട് നിൽക്കുന്ന ആളുകളെയാണ് സബോൾട്ടേൺ എന്ന് വിളിക്കുന്നത്. അപ്പം സബോൾട്ടേൺ റൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ റാണാജിത്ത് ഗുഹയുണ്ട്, സ്പിവക്ക് വരുന്നുണ്ട്, ഗായത്രി സ്പിവക്ക് വരുന്നുണ്ട്, ഹോമി ബാബ വരുന്നുണ്ട്, പാർത്ത ചാറ്റർജി. ഇവരൊക്കെയാണ് സബോൾട്ടേൺ സ്റ്റഡീസിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. എഡ്വേർഡ് സൈഡ് ഓറിയന്റലിസത്തിലൂടെ എന്താണ് എക്സ്പോസ് ചെയ്യുന്നത്? യൂറോസെൻട്രിക് ആയിട്ടുള്ള ഐഡിയയാണ് പിന്നെ പറയുന്നത്, അതായത് വെസ്റ്റിൻ്റെ സുപ്പീരിയറിറ്റി ഓവർ ഈസ്റ്റ്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ സബോൾട്ടേൺ എന്നുള്ള ടേം ആര് കൊണ്ടുവന്നു? വാട്ട് ഈസ് ഓറിയന്റലിസം? ഇതെന്ന് വെച്ചാൽ ഒരു സ്റ്റൈൽ ഓഫ് തോട്ടാണ്. ഓറിയന്റലിസം എന്ന് പറയുന്നത് ബിലീവ് ചെയ്യുന്നത് ഓറിയന്റ് ആൻഡ് ഓക്സിഡന്റ് എന്നുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷനിലാണ് കേട്ടോ. പിന്നെ ഓറിയന്റ് ഓക്സിഡന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, യൂറോസെൻട്രിസിസം അതറിങ് ഇമ്പോർട്ടൻ്റ് ആണ്, സബോൾട്ടേൺ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 3 ഫേസസ് ഓഫ് പോസ്റ്റ് കൊളോണിയലിസം എന്താണ്? 3 ഫേസസ് ഓഫ് പോസ്റ്റ് കൊളോണിയലിസത്തിനെ കുറിച്ച് പീറ്റർ ബാരി അദ്ദേഹത്തിൻ്റെ തിയറി ബുക്കായിട്ടുള്ള ബിഗിനിങ് തിയറിക്കകത്ത് പറയുന്നുണ്ട്. ഫസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ അഡോപ്റ്റ് ഫേസ് ആണ്, അതായത് റൈറ്റേഴ്സും ക്രിട്ടിക്സും കൂടി യൂറോപ്യൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ യൂറോപ്യൻസ് എഴുതുന്ന രീതിയിൽ എഴുതും. സെക്കൻഡ് ഫേസ് എന്ന് വെച്ചാൽ അഡാപ്റ്റ് ഫേസ് എന്നാണ് പറയുന്നത്, അതായത് അവർ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളെ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് മാറ്റങ്ങൾ വരുത്തും. തേർഡ് ഫേസ് അഡപ്റ്റ് ഫേസ് എന്നാണ്, ADEPT, അതായത് കൊളോണിയൽ മൈൻഡ് ഇൻഡിപെൻഡൻ്റ് ആയി മാറാൻ ശ്രമിക്കും. അവർ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് മറ്റവരിൽ നിന്ന് അകലാൻ തുടങ്ങും. ഓക്കെ. ഇനി ടെമ്പസ്റ്റ് എന്നുള്ളത് എങ്ങനെയാണ് ഒരു പോസ്റ്റ് കൊളോണിയൽ വർക്കായി മാറുന്നത്? ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസ്പെറോ എന്നുള്ള രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യം വിട്ട് എക്സൈൽഡായിട്ട് ഒരു ഐലൻഡിൽ വന്ന് ചേരുകയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകളും കൂടി എന്താണ് ആ ഐലൻഡിൽ ജീവിക്കുകയാണ്. ആ ഐലൻഡ് ഓൾറെഡി ഒരാളുടെ കയ്യിലായിരുന്നു. അവരെ പിടിച്ച് എന്താ പറയുക സ്ലേവ് ആക്കിയിട്ട് ആണ് ഇപ്പോൾ പ്രോസ്പെറോ ആ ഐലൻഡ് റൂൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഏരിയലും കാലിബനുമാണ് അവിടെ സ്ലേവ്സ് ആയിട്ട് പ്രോസ്പെറോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകൾ. അവർ രണ്ടുപേരും ഏരിയൽ എന്ന് പറയുന്ന ഒരു എയറി സ്പിരിറ്റാണ്. കാലിബൻ്റെ അമ്മയായ സൈക്കോറാക്സിൻ്റെ ആയിരുന്നു ഈ ഒരു ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ രണ്ടുപേരെയും ബന്ദിയാക്കി കാലിബനെയും സ്ലേവ് ആക്കി, ഏരിയലിനെയും സ്ലേവ് ആക്കി. അപ്പോൾ ഇവിടെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് എന്ന് വെച്ചാൽ കോളനൈസറും കോളനൈസ്ഡും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കോളനൈസ് ചെയ്തേക്കുന്നത് പ്രോസ്പെറോ ആണ്. ആരെയാണ്? ഈ ഐലൻഡിൽ ഉണ്ടായിരുന്ന കാലിബനെയും ഏരിയയിലെയും. ഓക്കെ. അപ്പോൾ അവർ രണ്ടുപേരുമാണ് കോളനൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ആ ഒരു പ്ലേ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഈ കാലിബന് എന്താ പറയുക, ഈ പ്രിമിറ്റീവായിട്ടുള്ളൊരു ക്രീച്ചറാണ് കാലിബൻ എന്ന് പറയുന്നത്. അൺസിവിലൈസ്ഡ് ആയിട്ടുള്ള വളരെ അൺകൂത്തായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്, അൺറൂളി ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ആളാണ് കാലിബൻ. അപ്പോൾ ഈ കാലിബനെ നിർബന്ധിച്ച് പ്രോസ്പെറോ അയാളുടെ കൈൻഡ് ഓഫ് ലാംഗ്വേജും എഡ്യൂക്കേഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു കോളനൈസർ ഒരു രാജ്യത്ത് വന്ന് അതിനെ കീഴടക്കി അവൻ്റെ ലാംഗ്വേജും എഡ്യൂക്കേഷനുമാണ് റിലീജിയനും ഒക്കെയാണ് ഇവിടെ ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ പ്രോസ്പെറോയുടെ ക്ലെയിം എന്ന് പറഞ്ഞാൽ കാലിബന് ലാംഗ്വേജ് കൊടുക്കുന്നു, അതിലൊരു ഗിഫ്റ്റ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കാലിബൻ പറയുന്നുണ്ട് എനിക്ക് അതിലൊരു പ്രോഫിറ്റും ഇല്ല, എനിക്ക് കേഴ്സ് ചെയ്യാനാണ് അറിയാവുന്നത്, എനിക്കത് മതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രോസ്പെറോ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്താ പറയുക കോളനൈസർ എന്ന് പറയുന്നത്. വേറൊരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഉള്ള ആളുകളെ സ്ലേവ്സ് ആക്കി അയാൾക്ക് വേണ്ടി പണിയെടുപ്പിക്കുകയാണ്. അപ്പോൾ അത് കോളനൈസ്ഡ് ആയിട്ട് മാറും. ഓക്കെ. ഇതാണ് ഒരു പോസ്റ്റ് കൊളോണിയൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണം എഴുതാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.